ആചാരാനുഷ്ഠാന പെരുമയിൽ സംഗമേശന് തണ്ടികവരവ് ഘോഷയാത്ര ഭക്തിസാന്ദ്രം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കീഴടമായ ചാലക്കുടി പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്നും തൃപ്പുത്തരിക്കും മുക്കുടി നിവേദ്യത്തിനും ഭഗവാനും ആവശ്യമായ വസ്തുക്കൾ മുളതണ്ടികയിലേറ്റി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോരുന്ന ചടങ്ങാണ് തണ്ടികവരവ് ഘോഷയാത്ര. രാജഭരണകാലത്തെ അനുസ്മരിച്ച് ഭക്തരത്തണ്ട് തണ്ടികയുമേറ്റി ഭക്തജനങ്ങൾ 18 കിലോമീറ്റർ കാൽനടയായി ക്ഷേത്രത്തിലെത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തച്ചുട കൈമൾ കൂടൽമാണിക്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലത്ത് കോട്ട ഉൾപ്പെടെ നിരവധി ഭൂപ്രദേശങ്ങൾ കൂടൽമാണിക്യം വകയായിരുന്നു. കോട്ട കച്ചേരിയിൽ പാട്ടമളന്നിരുന്ന കാലം മുതൽ ആചരിച്ചു പോരുന്ന സമ്പ്രദായമാണിത്. 3 ദിവസങ്ങളായി നടക്കുന്ന ആഘോഷത്തിന് കലവറ നിറയ്ക്കൽ, തണ്ടികവരവ്, തൃപ്പുത്തരി, മുക്കുടി നിവേദ്യം എന്നിവ ക്ഷേത്രത്തിന്റെ പ്രധാന ചടങ്ങുകളാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിൽ നടക്കുന്ന തൃപ്പുത്തരി സദ്യയ്ക്ക് കലവറ നിറയ്ക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഉണക്കലരി, ചേന, ചേമ്പ്, പച്ചമാങ്ങ, പച്ചക്കറികൾ, ഇടിയഞ്ചക്ക, നാളികേരം, പപ്പടം തുടങ്ങിയവ ഭക്തർ സമർപ്പിച്ചു. വാളും പരിചയമായി കുത്തുവിളക്കിന്റെ അകമ്പടിയോടെ ശംഖുനാഥം മുഴക്കി കൊരവയിട്ട് ആർപ്പ് വിളിച്ചും പ്രവൃത്തി കച്ചേരിയിൽ നിന്നും ഉച്ചയ്ക്ക് കാൽനടയായി പുറപ്പെട്ട തണ്ടിക വൈകിട്ട് 7 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൃഷിയിലെ ആദ്യത്തെ വിളവെടുപ്പ് ഉൽപ്പന്നങ്ങളാണ് ഭഗവാന് സമർപ്പിക്കുക. 8 തണ്ട് നേന്ത്രപ്പഴം, 2 തണ്ട് കദളിപ്പഴവും കൂടി 10 തണ്ടാണ് വെച്ചു കെട്ടിക്കൊണ്ടുപോവുക. കൂടാതെ ഉണക്കലരി, ഇടിയഞ്ചക്ക, ഇഞ്ചി, ചെറുനാരങ്ങ, പച്ചമുളക്, വഴുതനങ്ങ ഉൾപ്പെടെ പിറ്റേന്ന് ആവശ്യമുള്ള ഫലവ്യഞ്ജനങ്ങൾ അടങ്ങുന്ന ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകും. സ്വാമിക്ക് പുടവ, കുളിക്കാനുള്ള ഇഞ്ച, ആറാടാനുള്ള എണ്ണ, നെയ്യ്, മുക്കുടിക്ക് വേണ്ടിയുള്ള മരുന്നുകൾ, ഔഷധക്കൂട്ട് എന്നിവ പനയോരയിൽ പൊതിഞ്ഞും കൊണ്ടുപോകും. കൂടൽമാണിക്യത്തിന്റെ സ്വന്തം സ്ഥലങ്ങളിൽ മാത്രമാണ് തണ്ടിക കൂത്തി വിശ്രമിക്കുക. ഇതിന്റെ ഭാഗമായി കല്ലേറ്റിങ്ങര വില്ലേജ് ഓഫീസിൽ അരമണിക്കൂർ വിശ്രമിച്ച ശേഷം ഘോഷയാത്ര തുടർന്നു. പുല്ലൂർ, പുളിഞ്ചോട്, കൊല്ലാട്ടി, ഇരിഞ്ഞാലക്കുട ടാണാവ്, പള്ളിവേട്ട, ആൽത്തറ എന്നിവിടങ്ങളിലും തണ്ടിക കൂത്തി വിശ്രമിച്ചു. 6 മണിക്ക് കൂടൽമാണിക്യത്തിൽ വിളക്ക് വെച്ച ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. കൂടൽമാണിക്യ സ്വാമിയുടെ സ്വത്താണ് ഈ നട മുതല് പൊട്ടഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം വരെ അങ്ങനെ സ്ഥലങ്ങളാണ്. അത് മുഴുവൻ ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കുക ചെയ്തത്. അതിന്റെ ആനയിറ്റിയായിട്ട് ദേവസ്വത്തിലേക്ക് ഇപ്പോഴും അതിന്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിവ്. ഏതാണ്ട് കാലാകാലങ്ങളായിട്ട് ക്ഷേത്രവും അതുമായിട്ട് പോട്ട പ്രവൃത്തി കച്ചേരി, അതായത് പണ്ട് പാട്ടളക്കുന്ന സ്ഥലമായിരുന്നു. അത് കൂടൽമാണിക്യസ്വാമിയുടെ കൽപ്പനയാണ്. അത് അവിടെ നിന്ന് കൊണ്ടുവരണം. അവിടെ വിളയുന്ന സാധനങ്ങളെ ഇവിടെ നാളെ നിവേദിക്കാൻ പാടുള്ളൂ എന്നുള്ള ഉത്തരവ് പ്രകാരമാണ് ഇപ്പോഴും ആ ആചാരം മുടക്കാതെ കൊണ്ടു നടക്കുന്നത്. അതായത് ഇത് പ്രതിഫലം ചെയ്തിട്ടൊന്നുമല്ല, ഒരു വഴിപാടായിട്ടാണ് ഇത്. ഞങ്ങൾ അത്രയും ഭക്തിയോടുകൂടി തന്നെയാണ്. ഇത് യാതൊരു ഭക്തിയുമില്ല. നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ നേന്ത്രപ്പഴം, കദളിപ്പഴം, പിന്നെ ആ ചെറുപൊതിയിൽ സ്വാമിക്ക് വേണ്ട ഉടുവസ്ത്രം, അതായത് പുടവ, ഇഞ്ചി, ചെറുനാരങ്ങ, കുരുമുളക്, വഴുതനങ്ങ, ഇഞ്ച, അതായത് കുളിക്കാനുള്ള എണ്ണ വരെ അവിടുന്ന് കൊണ്ടുവരണം. നാളത്തെ ഒരു ദിവസത്തേക്കുള്ളത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ തണ്ടികവരവ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ചടങ്ങ് ആവർത്തിച്ചിട്ട് വരികയാണ്. സ്വാമിയുടെ സ്വന്തം സ്ഥലമായ കോട്ട പ്രവൃത്തി കച്ചേരി, അതായത് കോട്ട ദേവസ്വം മഠത്തിൽ നിന്ന് കർഷകര് അവരുടെ ആദ്യത്തെ വിളവെടുപ്പായിട്ടുള്ള ക്ഷീരോൽപ്പന്നങ്ങൾ നമുക്ക് ഭഗവാന് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തണ്ടികവരവിടെ യാത്ര ഇതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ പുത്തിരി സദ്യയാണ്. ആ പുത്തിരി സദ്യക്കുള്ള ഇടിയും ചക്ക, കുരുമുളക്, ഇഞ്ചി, ഉണക്കലരി ഇതെല്ലാം തന്നെ നാളേക്കുള്ള ഉൽപ്പന്നങ്ങള് കർഷകര് സ്വന്തം ചുമലിൽ ഇത്ര കിലോമീറ്ററുകളോളം നടന്ന് ഇത് ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് നാളെ പുത്തിരി സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തണ്ടികവരവിടെ യാത്ര. ഇത് കോട്ടയിൽ നിന്ന് പുറപ്പെട്ടാൽ കല്ലേറ്റിങ്ങര എന്ന വില്ലേജ് ഓഫീസിന്റെ സമുച്ചയത്തില്, അതായത് കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ സ്ഥലങ്ങളിൽ മാത്രം ഈ തണ്ടിക കുത്ത് വരുന്ന ഏർപ്പാടാണ് പഴയകാലം മുതലുള്ളത്. ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഇവിടുന്ന് സ്വാമിയുടെ കൂടപ്പുഴ വരെ, ചാലക്കുടി വരെ സ്വാമിയുടെ സ്വന്തം സ്ഥലമായിരുന്നു. ആറാട്ടിന് പോകുന്ന ഇടമെല്ലാം. അപ്പോൾ അവിടെ മാത്രമാണ് ഇത് നിലനിൽക്കുന്നതും ഇത് സ്ഥിതി ചെയ്യുന്നതും നിർത്തുന്നതും. അതുകൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസുകൾ മറ്റുള്ള ക്ഷേത്ര ആരാധനയിൽ കാണാത്ത രീതിയിലുള്ള സർക്കാർ ഓഫീസുകളിൽ, ഈ വില്ലേജ് ഓഫീസിലൊക്കെ ഈ സ്വാമിയുടെ ഈ ചടങ്ങുകൾക്ക് ആധിപത്യം വഹിക്കുന്നതും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇനി അടുത്ത സ്ഥലമായിട്ടുള്ള പുല്ലൂർ, പുളിഞ്ചോട്, അതിനുശേഷം കൊല്ലാട്ടി, പിന്നെ സ്വന്തം ഭൂമിയായിട്ടുള്ള ഡാണാവിലുള്ള കെട്ടിടം
അതിനുശേഷമാണ് ആലിൻ്റെ അവിടോടുകൂടി 5 മണിക്ക് ശേഷം 6 മണിക്ക് കൂടൽമാണിക്യത്തിൽ വിളക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിലെത്തിയ ഉൽപ്പന്നങ്ങൾ പിറ്റേന്ന് ഭക്തർക്ക് സദ്യയായി വിളമ്പി. തുലാമാസത്തിലെ തിരുവോണ നാളിലാണ് തൃപ്പുത്തരി ആഘോഷിക്കുക. തൃപ്പുത്തരി ദിനത്തിൽ പുത്തരിച്ചോറ്, രസകാളൻ, ഇടിയഞ്ചക്ക, തോരൻ, ചെത്തുമാങ്ങ അച്ചാർ, ഇടിച്ചുപിഴിഞ്ഞ പായസം, ഉപ്പേരി തുടങ്ങിയ വിഭവങ്ങളുമായി 5000 പേർക്ക് സദ്യ വിളമ്പി. പുത്തരി സദ്യ കഴിച്ചവരെല്ലാം പിറ്റേന്ന് ഐതിഹ്യപ്പെരുമ നിറഞ്ഞ മുക്കുടി നിവേദ്യം വാങ്ങാനും എത്തുമെന്നാണ് വിശ്വാസം. അവിട്ടനാളിൽ സവിശേഷമായി നടക്കുന്ന ആചാരമാണിത്. തൃപ്പുത്തരി കഴിച്ച് ഭഗവാന് അസുഖം ബാധിച്ചെന്നും വില്ലമംഗലത്ത് സ്വാമിയാർ മുക്കുടി ഔഷധം നൽകുകയും അത് സേവിച്ച് ഭഗവാന്റെ അസുഖം മാറിയെന്നുമാണ് വിശ്വാസം. കുട്ടഞ്ചേരി മനയിലെ അനൂപ് മൂസിന്റെ നേതൃത്വത്തിലാണ് മുക്കുടി മരുന്ന് ഇക്കുറി തയ്യാറാക്കിയത്. മരുന്നുകൂട്ടുകളും നിർമ്മാണവും രഹസ്യമാണെന്ന് പറയുന്നു. രഹസ്യമായി തയ്യാറാക്കുന്ന മരുന്നുകൾ പാതി അരച്ച് കൂട്ടിയോജിപ്പിച്ച് തലേനാൾ രാത്രി ക്ഷേത്രത്തിൽ എത്തിക്കും. തൈരും പ്രത്യേക പച്ചമരുന്നും ഔഷധക്കൂട്ടും ചേർത്താണ് മുക്കുടി നിവേദ്യം ഉണ്ടാക്കുക. പടിഞ്ഞാറേ ഗോപുരനടയിലാണ് മുക്കുടി വിതരണം നടക്കുക. മുക്കുടി നിവേദ്യം കഴിച്ചാൽ ഏതു രോഗവും മാറുമെന്ന വിശ്വാസമുള്ളതിനാൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു.